ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ കായലുകളെക്കുറിച്ചാണ് ഇന്നത്തെ ഡിസ്കഷൻ. ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകം ഏത്? ശാസ്താംകോട്ട തടാകം. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകമാണ് ശാസ്താംകോട്ട തടാകം. കൊല്ലം ജില്ലയുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ജലത്തിനു വേണ്ടി ആശ്രയിക്കുന്ന കായലേത്? ശാസ്താംകോട്ട തടാകം. കൊല്ലം ജില്ലയുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ജലത്തിനു വേണ്ടി ആശ്രയിക്കുന്ന ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള തടാകമേത്? ശാസ്താംകോട്ട തടാകം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള തടാകമാണ് ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട തടാകത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏത്? പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്ടിൽ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകമാണ് പൂക്കോട് തടാകം. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകമാണ് പൂക്കോട് തടാകം. മേപ്പാടി തടാകം. ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകമാണ് മേപ്പാടി തടാകം. ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകമാണ് മേപ്പാടി തടാകം. കേരളത്തിലെ കായലുകളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ മോക്കായിരിക്കും. അതായത് ഇതുവരെ എടുത്തിട്ടുള്ള കേരളത്തിലെ എല്ലാ കായലുകളെക്കുറിച്ചും മോക്ക് ടെസ്റ്റ് നടത്തുന്നതാണ്. താങ്ക്